ഒരൊറ്റ കുരങ്ങ് വിചാരിച്ചാൽ രാജ്യം മുഴുവൻ ഇരുട്ടിലാകുമോ? ആകുമത്രേ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു അപൂർവ സംഭവത്തിന് സാക്ഷിയായിരിക്കുന്നു നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള ശ്രീലങ്ക. ഒരു കുരങ്ങ് ഒപ്പിച്ച പണി കാരണം കഴിഞ്ഞ ദിവസം രാജ്യത്തെ മുഴുവൻ വൈദ്യുതി വിതരണവും മണിക്കൂറുകളോളം നിലച്ചു. ശ്രീലങ്ക കടുത്ത ഉഷ്ണതരംഗത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വിചിത്ര സംഭവം. 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ റിപ്പോർട്ട് ചെയ്ത താപനില. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി രാജ്യത്തൊന്നാകെ കറണ്ട് പോകുന്നത്. സർക്കാർ കാര്യാലയങ്ങൾക്ക് പുറമെ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളെയൊക്കെ പവർ കട്ട് ബാധിച്ചു. രാജ്യം മൊത്തം ഇരുട്ടിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിലും പരന്നു. ഇത് വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കിയതോടെയാണ് ലങ്കൻ ഊർജ്ജമന്ത്രി കുമാര ജയകോടിയുടെ കൗതുകമുണർത്തുന്ന വിശദീകരണം വന്നത്. സോഷ്യൽ മീഡിയയിൽ ചിരിപടർത്തിയ ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: നമ്മുടെ പവർ ഗ്രിഡ് ട്രാൻസ്ഫോമറിൽ ഒരു കുരങ്ങ് കയറിയതാണ് ഊർജ്ജ സംവിധാനം അവതാളത്തിലാക്കാൻ കാരണം. സിലോൺ ഇലക്ട്രിസിറ്റി ബോർഡ് ആസ്ഥാനത്തെ പവർ ഗ്രിഡിലാണ് കുരങ്ങ് കയറിയത്. വൈദ്യുതി മുടക്കം വലിയ കോളിളക്കം സൃഷ്ടിച്ചതോടെ ബോർഡും ക്ഷമാപനം പുറത്തിറക്കി. കുരങ്ങ് തന്ന പണി സൂചിപ്പിച്ചായിരുന്നു ഇവരുടെയും വിശദീകരണം. എന്നാൽ ഒരു ചെറിയ ജീവി എങ്ങനെയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണക്കാരനായത് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ വൈദ്യുതി ബോർഡും തയ്യാറായില്ല. ഞായറാഴ്ചത്തെ വൈദ്യുതി മുടക്കത്തിലൂടെ ശതകോടികളുടെ നഷ്ടമാണ് ശ്രീലങ്കയിൽ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് പ്രാദേശിക മാധ്യമമായ ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്തത്. നൊറോക്ചോലെ കൽക്കരി പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടു. 900 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്ലാന്റാണിത്. ഇതിന്റെ പ്രവർത്തനം നിലച്ചതോടെ ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുകയാണ് ഉണ്ടായത്. ശതകോടികളുടെ നഷ്ടമുണ്ടായതായാണ് ശ്രീലങ്കൻ ഊർജ്ജ മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്. കൃത്യമായ നഷ്ടക്കണക്ക് വരും ദിവസങ്ങളിലെ പുറത്തുവരും. ഭാവിയിൽ ഇത്തരത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ വേണ്ട നടപടികളെക്കുറിച്ച് പഠിക്കാനായി ലങ്കൻ ഊർജ്ജ മന്ത്രാലയം ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സിലോൺ ഇലക്ട്രിസിറ്റി ബോർഡും ഞായറാഴ്ചത്തെ വൈദ്യുതി പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണവും അന്വേഷിക്കുന്നുണ്ട്. 2023 ഡിസംബറിലും ശ്രീലങ്കയിൽ സമാനമായ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നു. പ്രധാന ഊർജ്ജ വിതരണ ശൃംഖലയിലുണ്ടായ സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് അന്ന് രാജ്യത്തെങ്ങും വൈദ്യുതി മുടങ്ങിയത്. ജലവൈദ്യുതിയാണ് ശ്രീലങ്കയിലെ പ്രധാന ഊർജ്ജ സ്രോതസ്. ഇതോടൊപ്പം കൽക്കരിയും എണ്ണയും ഉപയോഗിച്ചും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വരൾച്ച കാലത്ത് ജലക്ഷാമത്തെ തുടർന്ന് താപനിലയങ്ങളെയാണ് ആശ്രയിക്കാറുള്ളത്. വർഷങ്ങളായി ശ്രീലങ്ക വലിയ പ്രതിസന്ധി നേരിടുന്ന മേഖലകളിൽ ഒന്നാണ് വൈദ്യുതി. ഊർജ്ജ ഉൽപ്പാദനത്തിലെ പ്രതിസന്ധി ഒരു വശത്ത് വെല്ലുവിളിയായി തുടരുന്നു. ഇതോടൊപ്പം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രാജ്യത്തെ പവർ ഗ്രിഡും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏതു സമയത്തും വൈദ്യുതി മുടങ്ങാവുന്ന തരത്തിലാണ് ഇവയുള്ളത് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ഏതെങ്കിലും ഒരു ലൈനിൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യത്തെ വൈദ്യുതി ഒന്നാകെ തടസ്സപ്പെടുന്ന സ്ഥിതിയാണ് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. 2022 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്താണ് ശ്രീലങ്ക ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിട്ടത്. സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമമാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത്. ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങി. ഒടുവിൽ ഒരു ദിവസം 13 മണിക്കൂറിലേക്ക് വൈദ്യുതി വിതരണം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു.